ഞങ്ങളെ ശ്രദ്ധയോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഈ ദേശത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ദൈനംദിനം കൊച്ചു കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് പോലെയുള്ള മാരകമാകുന്ന ലഹരി പദാർത്ഥങ്ങൾക്കെതിരായുള്ള ഒരു ബോധവൽക്കരണ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ ശനിയാഴ്ച പ്രഭാത സമയം തുടങ്ങി ഈ സമയം വരെ ഈ ഇഞ്ചക്കാടിൻ്റെ ദേശത്തിൻ്റെ പല സ്ഥലത്ത് കടന്നു ചെന്ന ഈ മൈക്രോഫോണിലൂടെ ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ സന്ദേശത്തെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. വീണ്ടും ഈ ദേശത്തൊരിക്കൽ കൂടി കടന്നു വരുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞ അതിയായ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പഴമക്കാർ വർഷങ്ങൾക്ക് മുൻപ് അഭിമാനപ്പെട്ട നമ്മുടെ കൊച്ചു കേരളം ഇത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാളവണ്ടി യുഗത്തിൽ കിടന്നിരുന്ന മനുഷ്യൻ കമ്പ്യൂട്ടർ യുഗത്തിൽ കാൽച്ചുവടുകൾ വെച്ചുകൊണ്ട് ചന്ദ്രയാനും മംഗളയാനും എല്ലാം അഭിമാനത്തിൻ്റെ പൊൻതൂവലായി ഉയർത്തി കാണിക്കുമ്പോൾ കൊച്ചു കേരളത്തിൻ്റെ പല ഭാഗത്ത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥത്തിൻ്റെയും പിടിയിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അഴുക്കുചാലിൽ മുങ്ങിത്താഴുന്ന ഒരു കൂട്ടം യുവാക്കളെ കാണുവാൻ കഴിയുന്നുണ്ട്. സാമ്പത്തികമായി ഏറെ നേട്ടങ്ങളുള്ള, സാങ്കേതിക നിലവാരത്തിലേറെ നേട്ടങ്ങളുള്ള, സാക്ഷരതാപരമായി ഏറെ നേട്ടങ്ങളുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ലഹരി എത്ര ഭീകരമാണ് എന്ന ഒരു മുഖപര പ്രസംഗത്തിന്റെ ആവശ്യകതയില്ല. കാരണം ദൈനംദിനം നാം കാണുന്ന, കേൾക്കുന്ന, വായിക്കുന്ന വാർത്തകൾ തന്നെ ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നും പ്രഭാത സമയത്ത് പത്രക്കാരൻ വീട്ടിന്റെ പടിവാതിൽക്കൽ വലിച്ചെറിയുന്ന പത്രത്തിന്റെ താളുകൾ നിവർത്തി നോക്കിയാൽ നൂറുകണക്കിന് വാർത്തകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വീട്ടിന്റെ അകത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന ടെലിവിഷൻ മാധ്യമങ്ങൾ തുറന്നു നോക്കിയാൽ അതിൻ്റെ അകത്ത് നാം നിരവധി വാർത്തകൾ കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്. ലോകത്തിന്റെ നാനാഭാഗത്ത് സംഭവിക്കുന്ന വാർത്തകൾ ഞൊടിനേരം കൊണ്ട് കാണുവാൻ കഴിയുന്ന സാങ്കേതിക നിലവാരമുള്ള മൊബൈൽ ഫോണുകൾ നമ്മുടെ കരങ്ങളിലുണ്ട്. അതിലൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നൂറുകണക്കിന് വാർത്തകൾ അവിടെയും കാണുവാൻ കഴിയുന്നുണ്ട്. നാം കാണുന്ന വാർത്തകൾ, കേൾക്കുന്ന വാർത്തകൾ, വായിക്കുന്ന വാർത്തകൾ ഭീകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപാനിയായ മകൻ അപ്പന്റെ കഴുത്തറുത്ത് മാറ്റുന്നു. മുൻപ് പ്രസവിച്ച മാതാവിന്റെ ഉദരത്തിൽ കടാരകത്ത് കുത്തിക്കയറ്റുന്ന മദ്യപാനിയായ മക്കളുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കൊണ്ട് തീരുന്നില്ല. മദ്യത്തിന്റെ ലഹരിയിൽ സമിക്ഷയം മൂത്ത് ഭാര്യയുടെ കഴുത്തറുത്ത് മാറ്റുന്ന ഭർത്താക്കന്മാരുടെ വാർത്തകൾ നാം കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? കേരളത്തിന് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? വിദ്യാഭ്യാസം കുറവായതുകൊണ്ടല്ല, സാമ്പത്തികം വളരെ കുറഞ്ഞതുകൊണ്ടല്ല, സാക്ഷരതാപരമായി വളരെ കുറവായതുകൊണ്ടല്ല, പണമുണ്ടായിട്ടും പഠിപ്പുണ്ടായിട്ടും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നല്ല ജോലി ഉണ്ടായിട്ടും മനുഷ്യനല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കാലത്ത് നോക്കി വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ മാനഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഈ ലോകം നമുക്കറിയാം. പ്രസവിച്ച് ചോരക്കുഞ്ഞിനെ പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ് അഴുക്കുചാലിലേക്ക് വലിച്ചെറിയുന്ന അമ്മമാരുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. പ്രാണതുല്യം സ്നേഹിച്ച പ്രാണനാഥന് പോലും ആഹാരത്തിൽ വിഷം കലർത്തി കൊടുക്കുന്ന ഭാര്യമാരുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. മുൻപ് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ കളിതിരി മാറാത്ത പിഞ്ചോമന കുഞ്ഞിനെ കാലിപ്പിടിച്ച് നിലത്തടിച്ചു കൊല്ലുവാൻ മടിയില്ലാത്ത നരഭോജികളായ പിതാക്കന്മാരുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. കാമുകരുമായുള്ള ഇഷ്ടജീവിതം പൂർത്തീകരിക്കുവാൻ വേണ്ടി കടൽ ഭിത്തിയിലും കടലിലേക്ക് പോലും ചോരക്കുഞ്ഞിനെ വലിച്ചെറിയുവാൻ മടിയില്ലാത്ത നരഭോജികളായ മാതാക്കന്മാരുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതേ തെല്ലും ശങ്കയില്ലാതെ വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി ഒരു കാര്യം ഉറപ്പിച്ചു പറയുവാൻ കഴിയും. പാപമാണ് ഇതിന് പിന്നിലുള്ള ഏക കാരണം. വർദ്ധിച്ചു വരുന്ന മദ്യപാനവും, വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളും, വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും, വർദ്ധിച്ചു വരുന്ന കുടുംബ തകർച്ചകളും ഒന്നെത്തി നിൽക്കുന്ന ഏക വില്ലൻ പാപം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന് മാറ്റം വരേണ്ടത് പാപത്തിൽ നിന്നുമാണ്. എങ്ങനെ ഒരു മോചനം കണ്ടെത്തുവാൻ കഴിയും? ലഹരിയിൽ വീണുപോയ മനുഷ്യരെ കരകയറ്റുവാൻ വേണ്ടി അനേക ഡീഡിഷൻ സെന്ററുകളുണ്ട്, കൗൺസിലിങ്ങുകളുണ്ട്, അനേക ബോധവൽക്കരണ ക്ലാസുകളുണ്ട്, ബോധവൽക്കരണ സെമിനാറുകളുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഇപ്രകാരമുള്ള ലഹരിയിൽ വീണുപോയ ഞങ്ങളെ മാറ്റം വരുത്തിയത് ഡീഡിഷൻ സെന്ററുകളല്ല, സെമിനാറുകളല്ല, ക്ലാസുകളല്ല, മതങ്ങളല്ല, രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല, രാഷ്ട്രീയ നേതാക്കന്മാരല്ല, ഇതുപോലെയുള്ള സുവിശേഷങ്ങളായിരുന്നു. ഒരു കാലഘട്ടത്തിൽ സുവിശേഷം പറയുന്ന ആൾക്കാരെ നോക്കി
കളിയാക്കി പരിഹസിച്ച് ആക്ഷേപിച്ച് ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് 32 വയസ്സ് പ്രായമുണ്ട്. അഭിമാനത്തോടെ ഈ മൈക്രോഫോൺ പിടിച്ചുകൊണ്ട് ഈ കവലയിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ പറയുവാൻ കഴിയുന്നുണ്ട്. എന്റെ പ്രായമുള്ള അനേക യൗവനക്കാര് മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും ലഹരിയിൽപ്പെട്ടുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്ത് കയ്യിൽ വിലങ്ങം വെച്ചുകൊണ്ട് അനേകം പേര് ജയിലിൽ കഴിയുമ്പോൾ, അനേകം പേര് മാതാവിന് പിതാവിന് വേദനയായി കഴിയുമ്പോൾ, ഇന്ന് ഒരു കാര്യം ഉച്ചത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എന്നെ കുറിച്ച് പറയുമ്പോൾ എന്റെ മാതാവിന് അഭിമാനമുണ്ട്, എന്റെ പിതാവിന് അഭിമാനമുണ്ട്. കാരണം സുവിശേഷം എന്നിൽ വരുത്തിയ മാറ്റം വലുതായിരുന്നു. കൂട്ടുകാർ നീട്ടി നൽകിയ ബീറിൽ തുടങ്ങിയ ബന്ധം മാറ്റുവാൻ കഴിയാത്ത ലഹരിയുമായുള്ള ഒരു ബന്ധത്തിലേക്ക് വഴുതി വീണുപോയ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. മദ്യപിച്ച് റോഡിൽ കിടക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. കൂലി വേലക്കാരനായ എന്റെ പിതാവ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എന്നെ ദശകീയമാകുന്ന അവസ്ഥ കണ്ടിട്ട് കണ്ണു നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മദ്യപിച്ച് റോഡിൽ കിടക്കുന്ന എന്നെ പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ നിറ കണ്ണുകളോടെ കരയുന്ന ഒരു പിതാവ് എനിക്കുണ്ടായിരുന്നു. എന്നെ കുറിച്ച് പറയുമ്പോൾ ളിച്ച് കരയുന്ന ഒരു മാതാവ് എനിക്കുണ്ടായിരുന്നു. എന്നാൽ എന്റെ മാതാവിന്റെ കണ്ണുനീർ മാറ്റിയ, എന്റെ പിതാവിന്റെ കണ്ണുനീർ മാറ്റിയ ഒരു ദൈവമുണ്ട്. അതാണ് ഇന്ന് പകൽ പരസ്യമായി ഞങ്ങൾ ഉയർത്തുന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു. പാപത്തിൽ വീണുപോയ എന്നിൽ മാറ്റം വരുത്തിയത് രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല, രാഷ്ട്രീയ നേതാക്കളല്ല, മതങ്ങളല്ല, മത സന്ദേശമല്ല. അങ്ങനെ എന്നെ കേൾക്കുന്ന മാതാവെ, പിതാവെ, സ്നേഹിത, മകന്റെ മദ്യപാനം കൊണ്ട്, ഭർത്താവിന്റെ മദ്യപാനം കൊണ്ട് തകരപ്പെട്ട ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇന്ന് പകൽ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ കരുത്തുള്ള ജീവനുള്ള ഒരു സത്യദൈവത്തെ ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ സന്ദേശം ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സുവിശേഷത്തെ ആധാരമാക്കിയാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ എന്ന് ചോദിച്ചാൽ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വരുത്തി വയ്ക്കുന്ന അപകടങ്ങൾ ഏറെയാണ്. ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, വാഹന അപകടങ്ങൾ വർദ്ധിക്കുന്നു, കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. ഇന്ന് TV തുറന്നു നോക്കിയാൽ 18, 15, 20 വയസ്സ് പ്രായമുള്ള യൗവനക്കാര് കഞ്ചാവ് ഉപയോഗിച്ച കേസിൽ, കഞ്ചാവ് കടത്തിയ കേസിൽ പോലീസ് പിടിച്ച് കയ്യിൽ വിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്ന വാർത്തകൾ, കാഴ്ചകൾ കാണാറില്ലേ? എന്നെ കേൾക്കുന്ന മാതാവേ, ഒരുപക്ഷെ നാളെ ഈ സംഭവം നമ്മുടെ വീട്ടിൽ ഉണ്ടായിക്കൂടാ എന്നില്ല. ഒരുപക്ഷെ കോളേജിൽ പഠിക്കുന്ന നിന്റെ മകൾ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടവരാ ജയിലിലേക്ക് പോകുന്ന വാർത്ത, കാഴ്ച നീ കണ്ടുകൂടാ എന്നില്ല. കാരണം അങ്ങനെയുള്ള ഒരു കാലത്തിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണ്. ഇതിന് മാറ്റം വരുത്തുവാൻ ആർക്ക് കഴിയും? മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഏക വ്യക്തി യേശു മാത്രമാണ്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ മതപ്രസംഗം എന്ന് പറഞ്ഞ്, മതപരിവർത്തനം എന്ന് പറഞ്ഞ്, മതത്തിന്റെ സന്ദേശം എന്ന് പറഞ്ഞ് അനേക പേര് മാറ്റി നിർത്താറുണ്ട്. എന്നാൽ സുവിശേഷം മതപ്രസംഗമല്ല, മതപരിവർത്തനമല്ല, മതത്തിന്റെ സന്ദേശമല്ലേ അല്ല. പിന്നെ എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗുഡ് ന്യൂസ് എന്നാണ്. എവിടെയാണ് നല്ല വാർത്തയുള്ളത്? കിഴക്ക് സൂര്യൻ ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതിനിടയിൽ നൂറുകണക്കിന് വാർത്തകൾ കാണുന്നവരാണ്, കേൾക്കുന്നവരാണ് ഞാൻ. നാം കാണുന്ന വാർത്തയിൽ എവിടെയാണ് ഒരു ഗുഡ് ന്യൂസ് ഉള്ളത്? നാം കേൾക്കുന്ന വാർത്തയിൽ എവിടെയാണ് ഒരു ഗുഡ് ന്യൂസ് ഉള്ളത്? നാം കേൾക്കുന്ന വാർത്തകൾ, നാം കാണുന്ന വാർത്തകൾ, നാം വായിക്കുന്ന വാർത്തകൾ പച്ച മനസ്സുള്ള മനുഷ്യന്റെ മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന വാർത്തകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശനിയാഴ്ച ഉച്ച സമയത്ത് ഇന്ത്യക്കാട് ദേശമേ കാതോർത്ത് കേൾക്കുക. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരുവനുണ്ട്. നിന്റെ നിരാശ മാറ്റുവാൻ കഴിവുള്ള, നിന്റെ ശാപത്തെ മാറ്റുവാൻ കഴിവുള്ള, നിന്റെ രോഗത്തെ മാറ്റുവാൻ കഴിവുള്ള, നിന്റെ ദൂഷ സ്വഭാവത്തെ മാറ്റുവാൻ കഴിവുള്ള ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഏതാണ് ആ സുവിശേഷം? നസ്രയനാകുന്ന യേശുവാണ് ആ സുവിശേഷം. 2024 വർഷങ്ങൾക്ക് മുൻപ് മാനവകുലത്തിന്റെ പാപ വിമോചനത്തിനു വേണ്ടി ഒരുവൻ ക്രൂശിതനായി തീർന്നു. അവന്റെ പേരാണ് യേശു. യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? അനേക ഉന്നതന്മാര്, അനേക പ്രഭുക്കന്മാര്, അനേക അവതാരങ്ങൾ ഈ ലോകത്തിൽ അവതരിച്ചത് പാപിയെ നിഗ്രഹിക്കുവാനായിരുന്നപ്പോൾ പാപത്തെ ചുടച്ചുകൊണ്ട് പാപിയായ മനുഷ്യനെ രക്ഷയിലേക്ക് പിടിച്ചു കരകയറ്റുവാൻ വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ച ഏക വ്യക്തിയാണ് യേശു. പാപം കൂടാതെ ജനിച്ചവൻ, പാപം കൂടാതെ ജീവിച്ചവൻ, പാപികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ നരകമാകുന്ന യാതന, ആ ക്രൂശിലെ വേദന, ആ ക്രൂശിലെ മരണത്തെ
താൻ സ്വയമായി ഏറ്റെടുക്കുവാനിടയായി തീർന്നു. യേശു മരിച്ചത് സ്നേഹിത എന്റെയും നിന്റെ പാപത്തിനു വേണ്ടിയാണ്. ഞാൻ നീ ചെയ്ത ജന്മകർമ്മ പാപങ്ങൾക്ക് വേണ്ടി 2024 വർഷങ്ങൾക്ക് മുൻപ് ഒരുവൻ മരിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. ആ യേശുവിന്റെ മരണത്തിന്റെ വിലയായി ഞാൻ നീയും രക്ഷ എന്ന അനുഭവത്തിലേക്ക് സൗജന്യമായി എത്തുവാനിടയായി തീർന്നു. ഒരുപക്ഷെ ഇതുവരെ താങ്കൾ അറിയാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ ഇന്ന് നമ്മൾ സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. ജനിപ്പിച്ച അപ്പൻ നല്ല ഒരു മകനാ, ജനിപ്പിച്ച അമ്മയ്ക്ക് നല്ല ഒരു മകനാ, തന്റെ കൂടെ ജീവിക്കുന്ന ഇറങ്ങി തിരിച്ച ഭാര്യയ്ക്ക് നല്ല ഒരു ഭർത്താവാൻ, മക്കൾക്ക് നല്ല മാതൃകയുള്ള ഒരു അപ്പനായി മാറുവാൻ സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. ചില മാസങ്ങൾക്ക് മുൻപ് അവിടെ അടുത്തുള്ള ഏനാത്തിനടുത്തുള്ള മണ്ണടി നിലമേലുന്ന സ്ഥലത്ത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് നട്ടുച്ചയ്ക്ക് 1:30 കഴിഞ്ഞ സമയത്ത് ഒരു പിതാവ് വേഗത്തിൽ അടുത്തുള്ള ഒരു കാട്ടിലേക്ക് ഓടുവാനായി തീർന്നു. ഞാൻ ചോദിച്ചു, പിതാവ് എങ്ങോട്ടാ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ മകൻ ഒരു ഡ്രൈവറാണ്, ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന സമയത്ത് 1 പറഞ്ഞ് 2 പറഞ്ഞ് എന്നെ മർദ്ദിക്കുവാനിടയായി തീരും. ജനിപ്പിച്ചപ്പൻ താൻ കഴിക്കാത്ത ഭക്ഷണം മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച്, താൻ നല്ല വസ്ത്രം എടുത്തില്ല എങ്കിലും തന്റെ മക്കൾക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച് വളർത്തി വലുതാക്കിയ മകൻ വളർന്നപ്പോൾ ആ അപ്പനെ അടിക്കുവാനിടയായി തീർന്നു. ആ അപ്പൻ മകൻ അടിക്കുമെന്ന് പേടിച്ചുകൊണ്ട് ആ മകൻ വീട്ടിലേക്ക് വരുമ്പോൾ മറ്റാരും കാണാതെ വിജനമാകുന്ന സ്ഥാനത്തേക്ക് ഓടുന്ന ഒരു കാഴ്ച കാണുവാനിടയായി തീർന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യക്കാരനടുത്ത് ഒരു മാതാവ് കരഞ്ഞുകൊണ്ട് പോകുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി അമ്മ കരയുന്നത്? അതേ ആ മാതാവ് പറഞ്ഞു, എന്റെ ഭർത്താവ് മദ്യപാനിയാണ്, ഇന്നലെ മുതൽ ജോലിക്ക് കടന്നുപോയി, ഇന്നിതാ രാവിലെ 8 മണിയായി, ഇതുവരെയും എന്റെ ഭർത്താവ് മടങ്ങി വന്നില്ല, എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ കരയുന്ന, നീറുന്ന, ഭാരപ്പെടുന്ന എത്രയെത്ര കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കണ്ണുനീരിന്റെ അനുഭവത്തെ മാറ്റുവാൻ, നിരാശകൾ മാറ്റുവാൻ, ഭാരത്തിന്റെ അവസ്ഥകൾ മാറ്റുവാൻ കഴിവുള്ള വ്യക്തി പ്രവാഹമുണ്ട്. അവനെ ഞങ്ങൾ പരസ്യമായി ഉയർത്തുകയാണ്. സ്നേഹിത, ഞങ്ങൾ പല സ്ഥലങ്ങൾ കടന്നു പോകുമ്പോൾ ചോദിക്കാറുണ്ട്, എന്തിനു വേണ്ടി മദ്യപിക്കുന്നു, എന്തിനു വേണ്ടി പുകയില പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു? പലരും പറയാറുണ്ട്, സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്, മാറാ രോഗത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണ്, നിരാശയാൽ തകരപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ മദ്യപിച്ച് നിരാശ മാറി ആരെങ്കിലും ഉണ്ടോ? മുടങ്ങാതെ പുക വലിച്ച് സാമ്പത്തികമായി നേട്ടങ്ങൾ സമ്പാദിച്ച ആരെങ്കിലും തന്നെ ഉണ്ടോ? ഇന്ന് നമുക്ക് കാതോർത്ത് കേൾക്കുക. നീ പാടത്തും വരമ്പത്ത് രാപ്പകൽ അധ്വാനിച്ച് സൂര്യന്റെ ചൂട് നോക്കാതെ മഴ നോക്കാതെ അധ്വാനിച്ച് ലഭിക്കുന്ന നന്മയുടെ ഭൂരിഭാഗം ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാറാ രോഗങ്ങൾ നിന്നെ തേടി വരികയാണ്, കാര്യത്തിൽ നിന്നെ കടന്നു പിടിക്കുകയാണ്. നിന്റെ മക്കൾ നല്ല വസ്ത്രം ധരിക്കേണ്ട പൈസ, നല്ല ചെരുപ്പണിയേണ്ട പൈസ, നല്ല ബുക്ക് മേടിക്കേണ്ട പൈസ ലഹരിക്ക് വേണ്ടി നീ വിനിയോഗിക്കുമ്പോൾ നിന്റെ മക്കൾ കാര്യത്തിൽ അനുഭവിക്കുന്നു. മറുഭാഗത്തേക്ക് നോക്കാം, മദ്യത്തെ വിൽക്കുന്നവരെ നോക്കാം, മദ്യം വിളമ്പുന്നവരെ നോക്കാം, പുകയില പദാർത്ഥങ്ങൾ വിൽക്കുന്നവരെ നോക്കാം. അവർ നല്ല വസ്തു വാങ്ങിച്ചില്ലേ, നല്ല വീട് മേടിച്ചില്ലേ, ആഡംബര വാഹനങ്ങൾ മേടിച്ചില്ലേ, മുടങ്ങാതെ മദ്യപിച്ച് 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 പുകയില പദാർത്ഥങ്ങൾ ഉപയോഗിച്ച മാറാ രോഗിയായി നീ തീർന്നപ്പോൾ വിറ്റവരും വിളമ്പിയവരും ധനവാനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹിത, മദ്യപിച്ച മതോപത്തിനാ നീ നടക്കുമ്പോൾ നാളെ നിന്നെ കണ്ടു വളരുന്ന ഒരു തലമുറ ഉണ്ട് എന്ന് നീ മറന്നു പോകരുത്. ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് അവന്റെ പ്രഥമ വിദ്യാഭ്യാസശാല അംഗൻവാടി അല്ല സുഹൃത്തെ, LKG UKG അല്ല സുഹൃത്തെ. ഒരു അപ്പൻ പറയുന്ന പോലെ, അമ്മ പറയുന്ന പോലെ അവൻ പറയുവാൻ തുടങ്ങും. അപ്പനും അമ്മയും ചെയ്യുന്ന പോലെ അവൻ ചെയ്യുവാൻ തുടങ്ങും. അങ്ങനെ കൊച്ചു കുഞ്ഞ് നോക്കി നിൽക്കെ മദ്യത്തിന്റെ കുപ്പികൾ തുറന്ന് മദ്യപിക്കുമ്പോൾ, പുകയില പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിന്നെ കണ്ടു വളരുന്ന ഒരു തലമുറ ഉണ്ട് എന്ന് താങ്കൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാളെ നീ നോക്കി നിൽക്കുമ്പോൾ നിന്റെ മക്കൾ, നിന്റെ മകനും മകളും മദ്യപിച്ച് ബോധമില്ലാത്തവരാ ഈ റോഡിൽ പോകുമ്പോൾ നിരാശപ്പെടുവാനല്ലാതെ അവരെ ഒന്നും പറയുവാൻ താങ്കൾക്ക് സാധ്യമല്ല. കാരണം അവരെ ഈ വഴി തള്ളിവിട്ടത് നീ തന്നെയാണ്. അങ്ങനെയെങ്കിൽ നാളത്തെ സമൂഹം നല്ല ഒരു തലമുറ നമുക്ക് ആവശ്യമാണ് എങ്കിൽ നമുക്കൊരു മാറ്റം ആവശ്യമാ, നമുക്കൊരു മാനസാന്തരം ആവശ്യമാ. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. നല്ല ഒരു അപ്പനായി തീരേണ്ടതിന്, നല്ല ഒരു പിതാവായി മാറേണ്ടതിന്, നല്ല ഒരു ഭർത്താവായി മാറുവാൻ വേണ്ടി സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. താങ്കൾ മറന്നു പോകരുത്. ഈ ലോകത്ത് ജനിച്ചാൽ മരണമുണ്ട്, മരണം സത്യമാണ്, സമയം നിശ്ചയമല്ല. ഈ ലോകത്ത് ജനിച്ച ഏതൊരു വ്യക്തിക്കും മരണമുണ്ട്. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞു മുതൽ കട്ടിലിൽ കിടക്കുന്ന പടുവൃദ്ധൻ വരെ മരണത്തിന് അധീനരാണ്.
മുന്നിലാണ്. സമയം നോക്കാതെ, വ്യക്തികൾ നോക്കാതെ, മണി പവർ നോക്കാതെ, മസിൽ പവർ നോക്കാതെ, രാഷ്ട്രീയ സ്വാധീനങ്ങൾ നോക്കാതെ നമ്മെ തേടി വരുന്ന ഒന്നാണ് മരണം. മരണത്തിനപ്പുറം ജീവിതമുണ്ട് സുഹൃത്തെ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് സ്വർഗം വേണോ നരകം വേണോ നാം തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല ആൾക്കാർക്കും ഒരു ധാരണയുണ്ട്, മരിച്ചവന്റെ ആത്മാവിന് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, യാത്രകൾ ചെയ്യുമ്പോൾ, നേർച്ചകൾ അർപ്പിക്കുമ്പോൾ അവർ മോക്ഷം ലഭിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒരുവൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതായെങ്കിലും തീരായെങ്കിലും തക്കതായ ഒരു പ്രതിഫലം അവന് കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മരിച്ചുപോയി അവന്റെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി മരിച്ചതിന് ശേഷം ആർക്കും തന്നെ ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ സ്നേഹിത, നിന്റെ അകത്ത് കുടികൊണ്ട് വാഴുന്ന ആത്മാവുണ്ട്. നിന്റെ ആത്മാവ് എവിടെയായിരിക്കും ചെന്നെത്തുക? വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു. അവൻ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ലഭിച്ച നന്മകളല്ല ഞാൻ ശേഖരിച്ചു വയ്ക്കും, ഞാൻ കാലാകാലം ജീവിക്കും, എന്റെ കളപ്പുരയെല്ലാം പൊളിച്ചു പണിയും, എന്റെ ധനമെല്ലാം ശേഖരിക്കും. അവൻ അങ്ങനെ നിരച്ചിരിക്കുമ്പോൾ അന്ന് രാത്രി അവനെ പടച്ചവനായ, അവൻ നിർമ്മിച്ചവനായ ഉടനെ നമ്മുടെ ഇപ്രകാരം ചോദിച്ചു, അല്ലയോ മൂഢനായ മനുഷ്യ, ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ നേടിയതല്ല ആര് അനുഭവിക്കും? എന്നെ കേൾക്കുന്ന ദേശവാസികളെ, എന്നെ കേൾക്കുന്ന പിതാവെ, സ്നേഹിത, ഒരുമിച്ച് ചൂണ്ടിക്കാണിക്കുക. നല്ല ബഹുതല കെട്ടിടം താങ്കൾക്കുണ്ടായേക്കാം, നല്ല ആഡംബര വാഹനങ്ങൾ താങ്കൾക്കുണ്ടായേക്കാം, നല്ല ബാങ്ക് ബാലൻസ് താങ്കൾക്കുണ്ടായേക്കാം. ശരിയാ, നല്ലതാ. പക്ഷെ ഇന്ന് രാത്രി താങ്കളുടെ പ്രാണനെ ദൈവം ചോദിച്ചാൽ ഈ നേടിയതെല്ലാം ആര് അനുഭവിക്കും? മരണമുണ്ട്, സമയം നിശ്ചയമല്ല. വർഷങ്ങൾക്ക് പുറകിൽ ഒരു കൊച്ചു വൈറസ് നമ്മുടെ ലോകത്തെ കീഴ്മേൽ മറിക്കുവാനിടയായി തീർന്നു. കൊറോണ എന്ന ചെറിയൊരു വൈറസ് ലോകത്തിന്റെ നാനാ ഭാഗത്തും കയറഴിഞ്ഞ കുതിരയെ പോലെ അവൻ അടിഞ്ഞാടുവാനിടയായി തീർന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാണനെ അവൻ അപകരിക്കുവാനിടയായി തീർന്നു. എന്തേ ഇവരെല്ലാം മരിച്ചുപോയത്? മസിൽ പവർ ഇല്ലാത്തത് കൊണ്ടാണോ? ആരോഗ്യമില്ലാത്തത് കൊണ്ടാണോ? മണി പവർ കുറവായത് കൊണ്ടാണോ? രാഷ്ട്രീയ സ്വാധീനങ്ങൾ കുറവായത് കൊണ്ടല്ല സ്നേഹിത. രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിട്ടും, മണി പവർ ഉണ്ടായിട്ടും, നല്ല ആരോഗ്യം ഉണ്ടായിട്ടും, ആഡംബര വീടുണ്ടായിട്ടും, ആഡംബര വാഹനം ഉണ്ടായിട്ടും മരണം വന്ന് വിളിച്ചപ്പോ അവർക്ക് നേടിയതൊന്നിനും മരണത്തിന് മുൻപാകെ തടുത്തു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അതാണ് സത്യം. അങ്ങനെയെങ്കിലും മറന്നു പോകരുത്. ഒരുപക്ഷെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന താങ്കൾ നാളത്തെ ഓർമ്മയായി മാറുവാൻ സാധ്യതയുണ്ട്. ഇന്നീ കാണുന്ന പോസ്റ്റിലും ഇന്നീ കാണുന്ന ചുമരിലല്ല താങ്കളുടെ ചിത്രങ്ങൾ പതിഞ്ഞ പോസ്റ്ററുകൾ വരാൻ സാധ്യതയുണ്ട്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ രക്ഷ ഇന്ന് നമ്മൾ പ്രാപിക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് മരിച്ചത് എന്റെ പാപത്തിനു വേണ്ടിയാണ്, എന്റെ ജന്മകർമ്മ പാപത്തിനു വേണ്ടിയാണ്, ശാപത്തിനു വേണ്ടിയാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന, അതരം കൊണ്ട് ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിക്കും ഈ രക്ഷ സൗജന്യമാണ്. ഈ രക്ഷയ്ക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട, സമയത്തെ കളയേണ്ട, യാത്രകൾ ചെയ്യേണ്ട, ദൂരത്തേക്ക് പോകേണ്ട. ഇരിക്കുന്ന സ്ഥലത്ത് യേശുവേ ഞാനൊരു പാപിയാണ്, എനിക്ക് രക്ഷ ആവശ്യമാണ്, എനിക്കൊരു മാനസാന്തരം ആവശ്യമാണ്, ഈ ദൂഷ്യ സ്വഭാവങ്ങളിൽ നിന്നും ഒരു മോചനം എനിക്ക് ആവശ്യമാണ്, മകന്റെ മദ്യപാനത്തിൽ നിന്നും ഒരു മോചനം ആവശ്യമാണ് എന്ന് ഹൃദയഭാരത്തോടെ വേദനയോടെ ആരെങ്കിലും പറയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ രക്ഷ താങ്കൾക്ക് സൗജന്യമാണ്. സൗജന്യമാകുന്ന രക്ഷ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.